യാ ദേവി സർവഭൂതേഷു ലക്ഷ്മീരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. നമസ്കാരം. കണ്ണൂർ വിഷൻ ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ചോതി നക്ഷത്രമാണ്. ചിങ്ങത്തിലെ ഏറ്റവും മുഹൂർത്തമുള്ള ദിവസം. അതുകൊണ്ട് തന്നെ വഴിയിലുടനീളം വണ്ടികളാണ്. ഒരു ഗൃഹപ്രവേശമോ അല്ലെങ്കിൽ ഒരു കല്യാണമോ ഇല്ലാത്ത ആളുകൾ ഇന്ന് ഇല്ലെന്ന് തന്നെ പറയാം. എത്ര വണ്ടി ഓടിക്കാനേ കഴിയുന്നില്ല, അതാണ് അവസ്ഥ. ഞായറാഴ്ചകളിൽ ഒരിക്കലും ഇങ്ങനെ തിരക്കനുഭവപ്പെടാറില്ല. അതുകൊണ്ടാണ് താമസിക്കുന്നത്. വണ്ടിയെ ആകാശത്തിലൂടെയല്ലല്ലോ, നിലത്തൂടെയല്ലേ വരുന്നത്. അതിൻ്റെ പ്രശ്നമാണ്. കുറേ കാലം കഴിയുമ്പോഴെല്ലാം ആകാശത്തിലൂടെ സഞ്ചാരം തുടങ്ങുമായിരിക്കും. ഏതായാലും നമുക്കൊന്നും അതിനുള്ള യോഗം ഉണ്ടാവില്ല. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ കുട്ടികൾക്കൊക്കെ അതൊക്കെ സാധിക്കുമായിരിക്കും. ഏതായാലും ഇന്ന് കല്യാണത്തിന് ഇന്നത്തെ ഏറ്റവും വലിയ ഗുരുവായൂർ റിക്കാർഡ് ഇന്നാണ് തകർക്കുന്ന ദിവസം. കാരണം 300 ഒരിക്കലും കടന്നിട്ടില്ല ഗുരുവായൂരിൽ. ഇന്ന് 380 മറ്റോ കല്യാണം 4 മണി മുതൽ തുടങ്ങുകയാണ്. ബ്രാഹ്മമുഹൂർത്തം മുതൽ കല്യാണം തന്നെ. അത് ഒന്ന് വെറുതെ ഇങ്ങനെ അത്രമാത്രമേ സമയം കൊടുക്കുള്ളൂ. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാല ഇടാനുള്ള ഒരു സമയം കൊടുക്കും, അത്ര തന്നെ. ഇങ്ങനെ കല്യാണം ഗുരുവായൂരിൽ വന്ന് അവരെന്ത് ചെയ്യും? ഇനിയിപ്പോൾ നാളെ ചിലപ്പോൾ മാറിപ്പോയി എന്നുള്ള പരാതിയും കേൾക്കാം. അതാണ് ഗുരുവായൂരെ അവസ്ഥ. ഏതായാലും ഹലോ, ഒരു കോളുണ്ട്. ശേഷത്തിലേക്ക് വരാം. ഹലോ 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 ഹലോ, കേൾക്കുന്നില്ലല്ലോ. ഹലോ, പറയൂ. ഹലോ, ശബ്ദം വളരെ കുറവാണ്. ഹലോ, പറയൂ. 28-6-81. 28-6-81. 28-6-81. ശരി. വൈകുന്നേരം 7:26. കാർത്തിക നക്ഷത്രം. ഹലോ, അതെ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഉണ്ട്, കേൾക്കുന്നുണ്ട്. എന്തോ ശബ്ദം ഇവിടെ ശരിയാകുന്നില്ല, അതുകൊണ്ടാണ്. കേൾക്കുന്നുണ്ട്. നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ? ഉണ്ട്. അപ്പോൾ ഇപ്പം നടക്കുന്നത് വ്യാഴദശയാണ്. വ്യാഴദശയിൽ ശനിയുടെ അപഹാരമാണ്. അപ്പോൾ ശനി ജാതകത്തിൽ വലിയ മോശമല്ല. അതുകൊണ്ട് തന്നെ നല്ല സ്ഥലത്താണ് നിൽക്കുന്നത്, 10ാം ഭാവത്തിൽ. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ആണിൻ്റെ ആണോ പെണ്ണിൻ്റെ ആണോ? അപ്പോൾ ഇപ്പം നല്ല മെച്ചങ്ങൾ വരേണ്ട സമയമാണ്. അത് വന്നില്ലേ? അതെ, അത് നല്ല ജോലി തന്നെയല്ലേ കിട്ടിയത്? അതെ. എവിടെയാണ് ഉള്ളത് ആള്? ഗൾഫിലുള്ളത്. അതന്നെ. അതിപ്പോ ഒരു കഴിഞ്ഞ 5-6 മാസം കൊണ്ടാണല്ലോ ഈ നന്മ വന്നിട്ടുള്ളത്. അതെ. അപ്പൊ ഇനിയും അതിനി വേറെ കോട്ടമൊന്നും വരാനില്ല. ഒരു 10 കൊല്ലം ഇയാളുടെ കളിയായിരിക്കും. വീടെടുത്തോ? ഇല്ല. എന്നാ വേഗം നോക്കാൻ പറയൂ.
പറയാം. അതിൻ്റെ സമയമായെന്ന് ഞാൻ പറഞ്ഞെന്ന് പറയൂ. ആ ആ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ അങ്ങോട്ട് മുമ്പോട്ട് പോകട്ടെ. ആ 2 കൊല്ലം കൊണ്ട് അത് ശരിയാവും. ധൈര്യത്തിൽ നിൽക്കാൻ പറയൂ. ലോണൊക്കെ എടുക്കാം, അടച്ചു തീർക്കാൻ പറ്റും. ആ ആ ഒരു തരത്തിലുള്ള ഭയവും വേണ്ടെന്ന് പറയൂ അയാളോട്. ശരിയാ. കാരണം ചില ആളുകൾക്ക് ഉണ്ടാവും ലോണൊക്കെ എടുക്കാൻ ഒരു പേടിയൊക്കെ ഉണ്ടാവും. ഇത് പെട്ടെന്ന് ജോലിയോ മറ്റോ എന്തെങ്കിലും ആയിപ്പോയാൽ അങ്ങനെയൊന്നും വരില്ല എന്ന് അയാളോട് പ്രത്യേകം പറയണം. ആ ആ ഓക്കെ. ശരിയാ. ഇങ്ങനെ നല്ല ആദ്യം തന്നെ നല്ലത് പറയാൻ പറ്റിയതുകൊണ്ട് എനിക്കും വലിയ സന്തോഷം. ജോലിയിലും ഉയർച്ചയുണ്ടാവും അല്ലേ? എങ്ങനെ? ജോലിയെല്ലാം നമ്മൾ അതിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ആ ആ ഇനി അതിൻ്റെ അപ്പുറം എന്താണ് പിന്നെ ചിന്തിക്കേണ്ടത്? അതെ. പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ ഒരു വ്യത്യാസമൊന്നും വരാനില്ല. എനിക്കതല്ലേ നല്ല സന്തോഷം. എനിക്ക് നല്ലത് പറയാനാണ് എനിക്കിഷ്ടം. അത് ചില സമയം അത് ഇല്ലാതെ പറയാനും പറ്റില്ലല്ലോ. ഇവിടെ വ്യാഴദശ സൂപ്പറാണ്, ലഗ്നാധിപനായ വ്യാഴത്തിൻ്റെ ദശ. പിന്നെ ഇയാൾ തടിച്ച് വരും, അതും ശ്രദ്ധിക്കാൻ പറയണം. അപ്പോൾ ഇങ്ങനെ പിന്നെ ഇതൊന്നും പിന്നെ മാംസാഹാരങ്ങളെല്ലാം പരമാവധി കുറക്കാൻ പറയണം. ഇല്ല അതൊന്നും കഴിക്കേയില്ല. അപ്പോൾ തടീനെ പിടിച്ചു നിർത്താൻ പറ്റും. ബീഫൊക്കെ വെട്ടി വിഴുങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര. എന്നാ പിന്നെ വലിയ കുഴപ്പമില്ല. കാരണം ഒന്നാമത് ഈ കൊളസ്ട്രോൾ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ വ്യാഴത്തിൽ വല്ലാതെ തടി തൂക്കം കൂടിയിട്ട് അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അയാളോട് പ്രത്യേകം ആ കാര്യം ശ്രദ്ധിച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, എല്ലാം നന്നായി വരട്ടെ. ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് പിന്നെ എന്താണ്, ഇന്നത്തെ മുഹൂർത്തം, നല്ല മുഹൂർത്തങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങൾ നന്നായി കലാശിക്കുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പണ്ടത്തെ ആചാര്യന്മാർ പിന്നെ ഈ ജ്യോതിഷത്തിന് 6 അംഗങ്ങളാണെന്നാണ് വേദത്തിൽ പറയുന്നത്. അതിൽപ്പെട്ടതാണ് ഈ മുഹൂർത്തം, ഗണിതം, അങ്ങനെ ജാതകം, ഇങ്ങനെ 6 തരത്തിൽ ഇതിൻ്റെ നിമിത്തം അങ്ങനെ വരും. അങ്ങനെ ഉള്ളതിൽ മുഹൂർത്തത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നല്ല സമയത്ത് തുടങ്ങുന്ന കാര്യങ്ങൾ ശുഭമായിട്ട് മുമ്പോട്ട് പോകുമെന്ന് ശാസ്ത്രം പറയുന്നു. വേദം ഈശ്വരീയ വചനങ്ങളാണ്. വേദത്തിനെ ദൈവവിശ്വാസി ചോദ്യം ചെയ്യാൻ പാടില്ലെന്നാണ്. വേദത്തിലുള്ള കാര്യങ്ങൾക്ക് ഇന്നും പ്രസക്തിയുണ്ട്. അതേപോലെ ഏറ്റവും കൂടുതൽ ഫലപ്രദമായി നിൽക്കുന്ന കാര്യങ്ങളും ഈ ജപിക്കാനും മറ്റൊക്കെ ഉള്ളതിൽ പിന്നെ വേദത്തിലെ സൂക്തങ്ങളാണ് ഏറ്റവും പ്രാധാന്യം. ഭാഗ്യസൂക്തം, പിന്നെ ദേവീ സൂക്തം, പിന്നെ അങ്ങനെ എന്താ പറയുക, ഒട്ടനവധി സൂക്തങ്ങൾ ഋഗ്വേദത്തിലും യജുർവേദത്തിലും മറ്റൊക്കെ ഉണ്ട്. കുറച്ച് പിന്നെ ചൊല്ലാൻ അതിൻ്റെ ശിക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണതയിൽ ചൊല്ലാൻ പറ്റുള്ളൂ. എങ്കിലും ഒന്ന് പരിശ്രമിച്ചാൽ ശ്രീസൂക്തമൊക്കെ നമുക്കും ചൊല്ലാം. ഞാനൊക്കെ വർഷങ്ങളായിട്ട് ചൊല്ലുന്നതാണ്. അതൊക്കെ ചൊല്ലുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ 12 മണിക്ക് വേണ്ട പണം എങ്ങനെയോ 11:45 കയ്യിലെത്തുമെന്നുള്ളതാണ് അതിൻ്റെയൊക്കെ ഗുണം. അത് 100% അതിൻ്റെ അനുഭവം കിട്ടിയത് കൊണ്ട് തന്നെയാണ് പറയുന്നത്. 20 വർഷം 25 വർഷമായി ചൊല്ലുന്നു. അതിനുശേഷം ഒരിക്കൽ പോലും ധനത്തിന് മുട്ട് വന്നിട്ടില്ല എന്നുള്ളത് എൻ്റെ അനുഭവമാണ്. അതേപോലെ ഭാഗ്യസൂക്തവും ചൊല്ലാറുണ്ട്. അത് 7 സൂക്തങ്ങളേ ഉള്ളൂ. അത് പക്ഷേ അത് ചൊല്ലുമ്പോഴുള്ള ഇത് ശ്രദ്ധിക്കേണ്ടത്, നേരം വെളുത്ത് 1 മണിക്കൂറിനുള്ളിൽ സൂര്യോദയം കഴിഞ്ഞ് 1 മണിക്കൂറിനകം ചൊല്ലണമെന്നാണ് വിധി. എനിക്കൊന്നും ആ വിധി പാലിക്കാൻ പലപ്പോഴും പറ്റാറില്ല. അതായത് 6:30 മണിക്കാണ് ഉദയമെങ്കിൽ 7:30 മണിക്കുള്ളിൽ അത് ചൊല്ലണമെന്നാണ്. അങ്ങനെ വിധിപ്രകാരം നിങ്ങൾക്കൊക്കെ അങ്ങനെ വിധിപ്രകാരം തന്നെ ചെയ്യാം. എനിക്ക് എൻ്റെ പൂജാമുറിയിൽ വലിയ പൂജയൊക്കെ ഉള്ളത് കൊണ്ട് അത് ബുദ്ധിമുട്ടാണ്. മറ്റുള്ളവരൊക്കെ വരണം,
എൻ്റെ മോതിരം വാങ്ങാനൊക്കെ ആളുകൾ വരും. ദൂരെ നിന്നൊക്കെ വരുന്നവരാണ്. അവരൊന്നും 6:30 മണിക്കൊന്നും എത്തിച്ചേരാനൊന്നും അവർക്കൊന്നും ആവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് സമയം പാലിക്കാൻ പറ്റുന്നില്ല. ശ്രീസൂക്തത്തിന് പക്ഷേ 1 മണിക്ക് മുമ്പേ ചൊല്ലണമെന്ന് മാത്രമേ ഉള്ളൂ. ഉച്ചയ്ക്ക് മുമ്പേ ചൊല്ലണം എന്നുള്ള വിധി മാത്രമേ ശ്രീസൂക്തത്തിനുള്ളൂ. അതേപോലെ അടികൂടുന്ന ദമ്പതികൾ ഐക്യമത്യ സൂക്തം എന്നുള്ളൊരു സൂക്തമുണ്ട്. കുട്ടികൾക്ക് പഠിക്കാൻ സരസ്വതി സൂക്തം, അത് ഏറ്റവും ഉപകാരപ്രദമാണ്. അങ്ങനെ വളരെയധികം സൂക്തങ്ങൾ ഈ വേദത്തിൽ ആചാര്യന്മാർ ഈ വേദം ആരാൽ രചിക്കപ്പെട്ടു എന്ന് പറയാൻ പോലും പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ദൈവിക വചനങ്ങളായിട്ടാണ് പറയുന്നത്. ദൈവം നേരിട്ട് ഇതിനിടെ ഒരുത്തൻ ദൈവം എന്ന് പറഞ്ഞ പേരുള്ള ഒരുത്തൻ കഞ്ചാവ് വിറ്റിട്ട് ജയിലിലായി പോയതുപോലെ ദൈവം നേരിട്ട് അങ്ങനത്തെ പണിയും എടുക്കും. അവൻ്റെ പേര് ഭയങ്കരം, ചിരിച്ചു പണിയായി പോയി. ദൈവം അറസ്റ്റിൽ, അതായിരുന്നു തലക്കെട്ട്. അപ്പോൾ നോക്കുമ്പം കഞ്ചാവ് വിറ്റിട്ടാണ്. ദൈവം എന്ന് അവൻ ആരാ പേരിട്ടതെന്ന് അറിയില്ല. കഞ്ചാവ് വിറ്റിട്ട് ദൈവം ജയിലിലായി പോയി. അതേപോലെയല്ല ശരിയായ ദൈവം, ഗോഡ്. ആ ഗോഡ് ഈസ് ഗ്രേറ്റ്, അത് സംശയമില്ല. ഇതേപോലെയുള്ള ദൈവത്തിൻ്റെ പേരിട്ടാലൊന്നും ദൈവമാവില്ലല്ലോ. അത് കഞ്ചാവ് വിറ്റ് ജയിലിൽ പോകും. അപ്പോൾ ദൈവത്തിന് തന്നെ പിടിച്ചിട്ടുണ്ടാവില്ല ഈ പേരിട്ടത്. അതെന്തിനാണ് എൻ്റെ പേരിട്ടത്? ദൈവത്തിൻ്റെ നാമങ്ങളിടാം. ഇപ്പം എൻ്റെ പേരിലും ഉണ്ടല്ലോ നാരായണെന്ന്, അത് കുഴപ്പമില്ല. ദൈവം ഇടുന്നത് അത്ര ശരിയായിട്ട് എനിക്കും തോന്നിയില്ല. ഒരു കോളുണ്ട്. ഹലോ. ഹലോ, എവിടുന്നാണ് വിളിക്കുന്നത്? പഴയങ്ങാടി സാർ. എവിടെ? പഴയങ്ങാടി. പഴയങ്ങാടി. പറയൂ, ഡേറ്റ് പറയൂ. മകളതാണ്. പറഞ്ഞോളൂ, ഡേറ്റ് പറഞ്ഞോളൂ. 11. ഓക്കെ, 1. ശരി. 2000. സമയം പറയൂ. രാവിലെ 5:30. എന്താണ് മോളെ കൊണ്ട് അറിയേണ്ട വിഷയം? എന്താണ് മോളെ കല്യാണം കണ്ടുവച്ചിട്ടുണ്ടോ? ഇല്ല. ആ, ഒരു അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. പിന്നെ അതെന്ത് പറ്റി? അത് പിന്നെ വേണ്ടെന്ന് വെച്ചത്. ആര് വേണ്ടെന്ന് വെച്ചു? നിങ്ങളാണോ? മോളായിരുന്നേ. അതെന്തിനാണ് അങ്ങനെ വേണ്ടെന്ന് വെച്ചത്? അത്ര മോശമാണോ കേസ്? അപ്പോൾ ചെറുതായിരുന്നു. അങ്ങനെ ഇവിടെ അങ്ങനെ ഒരു വിധിയാണ് കാണുന്നത്. പൂർണ്ണമായിട്ടും വേണ്ടെന്ന് വെച്ചോ? പിന്നെ പോട്ടെ, പറഞ്ഞിട്ട് കാര്യം. അല്ല, അങ്ങനെ ഒരു വിധി ഇവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ഇപ്പൊ ജോലി ചെയ്യുന്നില്ലേ? അത് നല്ല ജോലി. എവിടെയാണ്? നാട് വിട്ട് നിൽക്കുന്നുണ്ടോ? ഓ, നാട് വിട്ട് നിൽക്കുന്നുണ്ടോന്നേ ഞാൻ ചോദിച്ചത്. നാട്ടിൽ തന്നെയാണോ? ഓ, ശരി ശരി. അല്ല, ജോലിയിലും വലിയ ഉയർച്ച വരുന്ന ലക്ഷണം കാണുന്നുണ്ട്. ഇപ്പോൾ ഉള്ള ഏരശനിയുടെ ദോഷം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നല്ല ഉയർച്ച വരും. ഏരശനിയുടെ ശക്തി ഇപ്പം ഒരു 5-6 മാസം കൊണ്ടങ്ങ് തീരും. അതിനുശേഷം പിന്നീട് കുറേയും കൂടി മെച്ചപ്പെട്ടൊരവസ്ഥ വരാനുണ്ട്. പക്ഷെ ശരിയായ രൂപത്തിലേക്ക് വരാൻ 28 വയസ്സ് കഴിയും. ഏത് കോഴ്സാണ് ചെയ്തിട്ടുള്ളത്? ഓ ഓ, ശരി ശരി. അങ്ങനെയാണെങ്കിൽ BSc നേഴ്സിംഗ് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ പുറത്തേക്കൊക്കെ പോയിട്ട് വലിയ സാമ്പത്തികമായിട്ട് ഉയർച്ച വരാനുള്ള വിധിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അതൊരു ഈ 3 കൊല്ലം കഴിഞ്ഞാലായിരിക്കും അത് വരിക. 3-3.5 കൊല്ലം കഴിയും. അതിനുശേഷം സാമ്പത്തിക ഉന്നമനമൊക്കെ കുട്ടിക്ക് വരാനുണ്ട്. അപ്പോൾ
ഒന്ന് പരീക്ഷയൊക്കെ എഴുതിയിട്ട് അതിനുള്ള പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ, യൂറോപ്പിലൊക്കെ പോയാൽ, ഇപ്പം ഗൾഫിൻ്റെ അല്ലല്ലോ, ഇപ്പം ചെറുപ്പക്കാരൊക്കെ യൂറോപ്പിലേക്കല്ലേ നോക്കുന്നത്. അപ്പോൾ യൂറോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ മോശം വരില്ല, വലിയ ഉയർച്ചകൾ ഈ കുട്ടിക്ക് വന്നു ചേരും. ഇപ്പോൾ ഉള്ള ആ ശനിയുടെ ദോഷങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലതാണ്. എന്തെങ്കിലും അലട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതേപോലെ കല്യാണ സംബന്ധമായിട്ടും തടസ്സം വരും. ഇങ്ങനെ വിധിയുള്ളവൾ അത് ആ വിധി എന്തോ കാരണത്താൽ അത് ഉപേക്ഷിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റേ രൂപത്തിലുള്ള കല്യാണം വരാൻ കുറച്ച് പരിഹാരങ്ങൾ ആവശ്യമായിട്ട് ഇവിടെ കാണുന്നു. അപ്പോൾ നിങ്ങൾ അത്തരത്തിലുള്ള വിശ്വാസമുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടാം, ആ പരിഹാരങ്ങൾ ചെയ്യാം. പിന്നെ നിങ്ങളുടെ നാട്ടിലുള്ള മാടായിക്കാവിൽ അവിടെ അമ്മയെ മുറുകെ പിടിക്കുക, അതും വളരെ ഗുണം ചെയ്യും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആ, അവിടെ അടുത്താണ്. ഓ, ജോലി സ്ഥലത്ത് കുറച്ച് ബുദ്ധിമുട്ടുകൾ കാണുന്നു. അല്ല, അത് ഈ ഏരശനിയുടെ മൂർധന്യ, അതാണ് ഞാൻ പറഞ്ഞത്. ആ ഏരശനി കളിപ്പിക്കുമല്ലോ, അത് 5-6 മാസവും കൂടി അതിന്റെ ചതയ നക്ഷത്രത്തിന് ഇപ്പൊ ഏരശനിയല്ലേ, അതിന്റെ പ്രശ്നമുണ്ടല്ലോ. അതനുഭവിക്കാതെ ആർക്കും മുമ്പോട്ട് പോകാൻ പറ്റില്ല. അത് ഏതൊരു 12 വയസ്സുകാർ കഴിഞ്ഞ കുട്ടിക്ക് അത് അനുഭവിച്ചേ പറ്റൂ. അത് ശരിക്കും അതിനെക്കുറിച്ച് പഠിച്ച ആള് തന്നെയാ പറയുന്നത്. ആയിരക്കണക്കിന് ആളുടെ ജാതകം നോക്കിയിട്ട് ആയിരക്കണക്കിന് പേരോട് സംസാരിച്ചിട്ടൊക്കെ ഉള്ള ഒരു വ്യക്തിയല്ലേ ഞാൻ. അപ്പൊ എനിക്കറിയാം, യാഥാർത്ഥ്യമാണ്. ഓ, അതെ, അത് എല്ലാവർക്കും വിശ്വാസം തന്നെയാ. അല്ലെങ്കിൽ ഇപ്പൊ ഈ 10-15 കൊല്ലം ഇവിടെ ഇരുത്തുവോ? പറയുന്ന വങ്കത്തരമല്ലാന്ന് ഇതിന്റെ ആൾക്കാർക്ക് അറിയുന്നതുകൊണ്ടല്ലേ ഇവരിവിടെ തന്നെ ഇരുത്തുന്നത്. അല്ലെങ്കിൽ എണീറ്റ് പോകാൻ പറയില്ലേ? അത് വിശ്വാസം എല്ലാവർക്കും ഉണ്ട് എൻ്റെ കാര്യത്തിൽ. അത് ദേവീ ഭക്തനായതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഞാൻ പാരമ്പര്യമൊന്നും ഇല്ലാത്ത ഒരാളല്ലേ. അപ്പോൾ അത് അങ്ങനെ ഇങ്ങനെ എന്ന കണിശ ഗണക വിഭാഗത്തിൽപ്പെട്ട ആളൊന്നും അല്ലല്ലോ. അപ്പോൾ അതിൽ അവർക്കത് പാരമ്പര്യമാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നും ഇല്ലാതെ ഞാനിങ്ങനെ ഒരു 10-28 കൊല്ലമായിട്ട് ഒരു ഫീൽഡിൽ ഇങ്ങനെ നിൽക്കണമെങ്കിൽ എൻ്റെ വാക്കുകൾക്ക് സത്യമുണ്ട്, അത് ജനങ്ങൾക്ക് ബലത്തിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ടി വിയിലായാലും നേരിട്ടായാലും എന്നെ ആയിരക്കണക്കിന് ആളുകൾ വന്ന് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ ദോഷങ്ങളൊന്ന് തീർക്കുന്നത് നല്ലതാണ്. അത് ജോലി സംബന്ധമായിട്ടും വരും, പിന്നെ കല്യാണ സംബന്ധമായിട്ടും വരും. നിങ്ങൾ എന്നെ ബന്ധപ്പെടുക, ഇവിടെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് എന്നെ ബന്ധപ്പെടുക. അപ്പോൾ ഞാൻ പറയാം. വിവാഹം അത്ര വയസ്സാവല്ലേ? ഓ, അതാ ഞാൻ പറഞ്ഞത്. വിവാഹ സംബന്ധമായിട്ടും ജോലി സംബന്ധമായിട്ടും ഒക്കെ ഇപ്പൊ പ്രശ്നം വന്നേക്കാം. ആ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അത് ചിലപ്പോൾ ആരോഗ്യ സംബന്ധമായിട്ട് പോലും വരും. അങ്ങനെയുണ്ട്. പിന്നെ മനസ്സിനൊരു സ്വസ്ഥതയില്ലാത്ത അവസ്ഥ വരും. അല്ലേ തന്നെ ഒരു പ്രണയമൊക്കെ പൊളിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ വേറെ ഉണ്ടാവുമല്ലോ, എന്തെല്ലാം ആയാലും. അതൊക്കെ ഇപ്പോൾ സർവ്വസാധാരണമാണ്. അതൊന്നും വലിയ ഇഷ്യൂ ഒന്നും അല്ല. പണ്ടാരോ പറഞ്ഞ ഒരു കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ പോലെ അതൊന്നും ഒരു ഇഷ്യൂ അല്ല. എങ്കിൽ കൂടിയും ഈ മനുഷ്യർക്ക് എന്തായാലും ചില ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ പിന്നെ ഈ പറയുന്ന വലിയ ഭാവിയുള്ള പെൺകുട്ടിയാണ്, പക്ഷെ ഇപ്പോൾ ഉള്ള തൽക്കാലമുള്ള ദോഷമാണ്. ആ ദോഷങ്ങളാണ് തീർക്കേണ്ടത്. അത് നിങ്ങൾ അവളുമായിട്ട് സംസാരിച്ചിട്ട് എന്നെ വിളിക്കൂ. ഓക്കെ? അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ പിന്നെ എന്താണ് പിന്നെ നമ്മുടെ ഓണം, അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഓണം ഇങ്ങെത്തിപ്പോയി. അടുത്ത ഞായറാഴ്ചയാണ് ഓണം. ഓണത്തിൻ്റെ ഞാൻ മനസ്സിലാക്കുന്നത് ഓണത്തിൻ്റെ നൊസ്റ്റാൾജിയ അത് 40 വയസ്സ് കഴിഞ്ഞവർക്കേ ഉള്ളൂന്ന് തോന്നുന്നു. കാരണം പുതിയ ചെറുപ്പക്കാർക്കൊന്നും അങ്ങനെയുള്ള, അവരൊക്കെ ടാർഗറ്റ് പൂർത്തീകരിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. അപ്പോൾ എൻ്റെ മോനോട് തന്നെ ഞാൻ ചോദിച്ചു, ഹൈദരാബാദിൽ സെയിൽസിലാണ്. അപ്പോൾ അവനോട് ഞാൻ എല്ലടാ ഓണത്തിന് വരുന്നില്ല. എങ്ങനെ വരാനാച്ച, ടാർഗറ്റ് പൂർത്തിയാക്കണ്ടേ? ഇതാണ്. അപ്പം ഞാനൊക്കെ ചെറുപ്പത്തിൽ
ഒരു പ്രാവശ്യം ബാംഗ്ലൂരിൽ നിന്ന് പഠിച്ചതൊക്കെ ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ ബസ്സിൽ തിരക്ക്, ഓണം ഈ പെരുന്നാളും ഓണവും ഒരുമിച്ച് വന്നു. അന്ന് ബസ്സിൽ കയറാൻ ആകെ 2 ബസ്സേ ഉള്ളൂ ബാംഗ്ലൂരിൽ നിന്ന്. അതിൽ കയറിപ്പറ്റാൻ വേണ്ടിയിട്ട് കളിച്ച കളി. ഈ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്ന ബസ്സുകൾ വേറെയുണ്ട്, 3-4 ബസ്, ജനത, KRMS എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഈ KSRTCയുടെ 2 ബസ്സുണ്ട്. അതിൽ കയറിപ്പറ്റാൻ വേണ്ടി ബുക്ക് ചെയ്തില്ലായിരുന്നു, മരിച്ചു പോവായിരുന്നു. അന്നത്തെ ഇന്നോ മറ്റാണെങ്കിൽ ചത്തുപോകും. അന്നത്തെ കരുത്ത് അത്ര കരുത്തനായിരുന്നു. അതുകൊണ്ട് ഒന്നും പറ്റിയില്ല. അതാണ് കാരണം. എന്ത് ഇതായാലും എത്തിയില്ലെങ്കിൽ അത് വീട്ടിലും പ്രശ്നമാവും. ഇപ്പം ഞങ്ങൾക്കും ഞങ്ങളുടെ തലമുറക്ക് ഇപ്പോൾ ഉള്ള അത് 50 വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ വേഗം മനസ്സിലാവും. ഓണമെന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര സംഭവം തന്നെയാണല്ലോ. അതേ സ്ഥാനത്ത് എൻ്റെ മകൻ്റെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ ടാർഗറ്റിൻ്റെ തിരക്കാണ്. അതാണ് വ്യത്യാസം. ഇപ്പം ആ നൊസ്റ്റാൾജിയ കീപ്പ് ചെയ്യുന്ന ആൾക്കാർ ഞാൻ കാണുന്നത് അണ്ടല്ലൂർക്കാർ മാത്രമാണ്. അതിനെക്കുറിച്ച് പറയാം. ഒരു കോളുണ്ട്. ഹലോ. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? കൂത്തുപറമ്പ്. കൂത്തുപറമ്പ്. പറയൂ, ഡേറ്റ് പറയൂ. 19/1/1982. 19/1/1982. സമയം പറയൂ. സമയം രാത്രി 1 മണി. നക്ഷത്രം എന്താണ്? അനിഴം. അപ്പോൾ 19 കഴിഞ്ഞിട്ട് 20 അല്ലേ? 4 മാത്രമേ അനിഴം കിട്ടൂ. അനിഴം ഏകാദശിക്ക് ജനിച്ചു, 2-ാം പാദം. അനിഴൻ 2-ാം പാദം. ഇപ്പം 42 വയസ്സുണ്ട്. നിങ്ങൾ തന്നെയാണോ? ഞാൻ തന്നെയാണ്. ഇപ്പൊ ശുക്രദശയാണ് നടക്കുന്നത്. ജോലി ചെയ്യുന്നുണ്ടോ? ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനത് റിസൈൻ ചെയ്തിട്ടുണ്ട്. അത് വിദേശത്തേക്ക് പോകാനുള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഏകദേശ രൂപം അറിയാൻ വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നിയതും. ശുക്രദശയല്ലേ? നിങ്ങൾ കളിച്ചതെല്ലാം കളിയല്ലേ? അത് നല്ല ജോലിയല്ലേ? ശുക്രന്റെ മധ്യകണ്ഠത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചതിനൊക്കെ അപ്പുറം നേട്ടങ്ങളുണ്ടാവും. പ്രായം കൂടുമ്പോഴും ഗ്ലാമർ കൂടി വരുന്നില്ലേ? അതും ഇതിന്റെ ലക്ഷണ. തമാശ പറഞ്ഞല്ല. അത് ഒരു തരം മുടിക്കൊക്കെ ഒരു നല്ല കറുപ്പൊക്കെ വരും. അതൊക്കെ ഇതിന്റെ ലക്ഷണമായിട്ടാണ് പറയുന്നത്. ശുക്രൻ അനുകൂലമാണെങ്കിൽ ആ ശുക്രൻ വ്യക്തിയുടെ എന്താ പറയുക, ഒരു ഉദിച്ചു വരുന്നത് പോലെ ഉണ്ടാവുമെന്നാണ്. ആളുകൾക്ക് നമ്മളോട് സംസാരിക്കാനൊക്കെ താല്പര്യം തോന്നുമെന്നൊക്കെ പറയും. ആ ശുക്രനും വ്യാഴവും ഒക്കെ ദശ നടക്കുമ്പോൾ. ശനിദശ വരുമ്പം വെറുതെ മനുഷ്യന്മാർ നമ്മളെ വെറുക്കുകയും നമ്മളോട് അകന്നു പോവുകയും ചെയ്യുമെന്നാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾക്ക് എത്ര വർഷത്തേക്ക് അങ്ങനെ അത് പറയാൻ പറ്റും? എങ്ങനെ എത്ര വരെയാണ് എനിക്ക് 8 കൊല്ലത്തേക്ക് തിരിഞ്ഞു നോക്കണ്ട. 8 കൊല്ലത്തേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കണ്ട. പക്ഷേ നിങ്ങളുടെ ജാതകത്തിൽ ഞാൻ അതും കൂടി പറഞ്ഞേക്കാം. നിങ്ങളുടെ ഈ ജാതകത്തിൽ ശനി 12-ലാണ്. നിങ്ങൾ പുറത്തേക്കൊക്കെ നിങ്ങൾ എവിടെയാ പോകുന്നത്? നിങ്ങൾ മിഡിൽ ഈസ്റ്റിലാണോ മറ്റേ യൂറോപ്പിലാണോ? ഞാൻ യൂറോപ്യൻ കൺട്രിയിലാണ്. ശരി. അപ്പോൾ നിങ്ങൾ ആ ശനി നിങ്ങളുടെ ജാതകത്തിൽ, അതുകൊണ്ട് നിങ്ങൾക്ക് കാലിനൊക്കെ വേദനയൊക്കെ അനുഭവപ്പെടും. അപ്പോൾ അതിന് വേണ്ട ദോഷങ്ങൾ നിങ്ങൾ തീർക്കുന്നത് നല്ലതാണെന്ന് എൻ്റെ അഭിപ്രായമുണ്ട്. അത് പെട്ടെന്നായിരിക്കും അതിൻ്റെ. ഈ ശനി മാത്രം ജാതകത്തിൽ പിഴച്ചു നിൽക്കുന്ന ഒരു സ്ത്രീയാണ് നിങ്ങൾ. അതാണ് നിങ്ങളുടെ ആകെ ഒരു ദോഷം. അത് മാത്രമേ ഈ ജാതകം പരിശോധിക്കുമ്പോൾ കാണാനുള്ളൂ. അത് നിങ്ങളുടെ ജാതകത്തിന് വന്നിരിക്കുന്ന ഒരു അതും കൂടി അനുകൂലമാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ വലിയ ലെവലിലേക്ക് മാറിപ്പോവായിരുന്നു. പക്ഷേ അത് ആ ലെവലിലേക്ക് നിങ്ങൾ എത്തില്ല. കാരണം ശനി ഇങ്ങനെ അനുകൂലമല്ല. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ ശുക്രദശയുടെ ശക്തിയാണ് നിങ്ങൾക്ക് ഇപ്പം അനുഭവിക്കാൻ പോകുന്നത്. അല്ല, ശനി ജാതകാലുള്ള പിഴവാണ്. അത് രണ്ടും രണ്ടാണ്.
നിങ്ങളിപ്പോൾ അനുഭവിക്കാൻ പോകുന്ന നല്ല അത് വളരെ ശ്രദ്ധാപൂർവം കേൾക്കണം. ബുദ്ധിയുള്ള സ്ത്രീയാണല്ലോ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. അതായത് നിങ്ങളുടെ ദശയുടെ ഫലമാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുക. ജാതകത്തിൽ ശനി പിഴച്ചു നിൽക്കുന്നതിൻ്റെ ദോഷം നിങ്ങളുടെ ജന്മത്തിൽ മൊത്തമുണ്ട്. അത് നിങ്ങൾ ജനിച്ച സമയത്തൊക്കെ വളരെയേറെ വീട്ടിലൊക്കെ വലിയ പ്രയാസങ്ങൾ വന്നു, നിങ്ങൾക്ക് തന്നെ ബാലാരിഷ്ടത വന്നു, അതൊന്നും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല. ആരെയൊക്കെ മരണങ്ങളൊക്കെ ആ സമയത്ത് നടക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. നിങ്ങൾ അത്രമാത്രം 14 വയസ്സ് വരെ നിങ്ങൾക്കൊരു ബുദ്ധി പോലും ഉറക്കാതെ, അതിപ്പോൾ ഒരു ചെറിയ പെൺകുട്ടിയാണ്, അത് പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല, അങ്ങനെയുള്ളൊരു സംഭവമാണ്. അതിനുശേഷമാണ് പഠനത്തിലൊക്കെ നല്ല നിലയിലേക്ക് വരികയും ബുധൻ വന്ന് ആ ബുധനാണ് നിങ്ങളെ രക്ഷിച്ചത്. പക്ഷേ ഇപ്പം ശുക്രന് അതിലേറെ രക്ഷിക്കും. പക്ഷേ അന്നേരവും ജാതകത്തിൽ ശനി പിഴച്ചവളാണെന്ന് ഓർമ്മ വേണം. അപ്പോൾ അതിന് വേണ്ട ദോഷങ്ങൾക്കുള്ള പരിഹാരം ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ലത്. അതിൻ്റെ ഫലങ്ങളൊന്നും ഞാനിവിടെ വിളിച്ചു പറയുന്നില്ല, അതിൻ്റെ ദോഷങ്ങൾ എന്ത് എന്നും ഞാൻ പറയുന്നില്ല. അത് ചില സമയം നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ അവിടെ ചൊവ്വമായിട്ട് യോഗം ചെയ്തുകൊണ്ട് അഗ്നിമാരുത യോഗമാണത്. അത് അഗ്നിമാരുത യോഗം വന്നു കഴിഞ്ഞാൽ ചില സമയം മനസ്സിനൊരു ആദി പിടിച്ച പോലെയൊക്കെ വരും. വിദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒറ്റക്കൊക്കെ അവിടെ നിൽക്കുമ്പോഴൊക്കെ ഒരുതരം വല്ലാത്ത ഫ്രസ്ട്രേഷനും സമ്മർദ്ദവും ഒക്കെ വന്നിട്ട് ഒരു വല്ലാത്ത അസ്വസ്ഥതയൊക്കെ ചിലപ്പോൾ ഫീൽ ചെയ്യും. അത് ഈ ജാതകത്തിൽ ഈ അഗ്നിമാരുത യോഗം ഉള്ളതുകൊണ്ടാണ്. ചിലപ്പോൾ ആരോടും പിന്നെ കൂട്ടുകൂടാതെ ഒറ്റയ്ക്ക് ഇരിക്കാനൊക്കെ വാസന വരും എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ പിന്നെ അതിൻ്റെ അകത്തുനിന്നൊക്കെ രക്ഷപ്പെടാനൊക്കെ ഉള്ള മന്ത്രങ്ങൾ ജപിക്കുകയും അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത് നല്ലതാണ്. ഏതായാലും ഒരു യൂറോപ്പിലൊരു നല്ല കാര്യത്തിന് പോവുമല്ലേ, അപ്പോൾ ഒന്ന് നേരിട്ട് കണ്ടു പോകുന്നത് നന്നായിരിക്കും. നിങ്ങളെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കുക, ബന്ധപ്പെടുക. ഓക്കെ സാർ. ഓക്കെ സാർ. ഓക്കെ ഓക്കെ ഓക്കെ. എനിക്ക് പിന്നെ വേറെ വിഷമങ്ങൾ യാതൊന്നും ഇല്ല അല്ലെ? ദശയുടെ ഫലം എന്തായാലും അനുഭവിക്കൂല, ഞാൻ പറഞ്ഞല്ലോ. ദശ ശുക്രന്റെ മധ്യകണ്ഠം എന്ന് പറഞ്ഞാൽ ഏതൊരു വ്യക്തിയും, അത് ലഗ്നാധിപനായ ശുക്രൻ മാത്രമല്ല ബുധനും ശുക്രനും വ്യാഴവും പരസ്പരം കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് ഗ്രഹങ്ങൾ 5 തരത്തിലാണ് ബന്ധപ്പെടുക. അങ്ങനെ വരുമ്പോൾ ത്രികോണത്തിൽ നിന്നുകൊണ്ട് യോഗം ചെയ്തുകൊണ്ടും പരസ്പരം കേന്ദ്രത്തിൽ നിന്നുകൊണ്ടും മറ്റൊക്കെയാണ് ഗ്രഹങ്ങൾ ബന്ധപ്പെടുക. അപ്പോൾ അങ്ങനെ ഇവിടെ ബുധനും ശുക്രനും 4 നിൽക്കുക, ലഗ്നത്തിൽ വ്യാഴം നിൽക്കുക, അങ്ങനെ അതാണ് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പേഴ്സണാലിറ്റിയൊക്കെ തന്നിരിക്കുന്നത് ആ വ്യാഴം ലഗ്നത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അതൊക്കെ നല്ലതാണ്. പിന്നെ ഒരു ആത്മവിശ്വാസം വർദ്ധിക്കാൻ അത് ഗുണം ചെയ്യുമല്ലോ. നമ്മളാകെ ഒരു കോലം കെട്ട ഒരു ആളൊക്കെ ഒരിക്കലും ഒരു കോൺഫിഡൻസ് ലെവൽ അവരുടെ പലപ്പോഴും താണു പോകും. നിങ്ങൾക്ക് അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂറോപ്പിലൊക്കെ പോകുമ്പോൾ ആൾക്കാരെ മുമ്പിലൊക്കെ നിൽക്കാനും എന്താ പറയുക, ആർ യു കോൺഫിഡൻറ്റ് എന്ന് അമിതാഭ് ബച്ചൻ്റെ ചോദ്യം ഉണ്ടല്ലോ, അപ്പോൾ അത് ധാരാളമായിട്ടുണ്ടല്ലോ. നിങ്ങളെ ലുക്ക് കൊണ്ടാണല്ലോ. സാറേ, ഒന്നാമത് എന്റെ തോന്നിച്ചകള് അച്ഛനും അമ്മയും മരണപ്പെട്ടു. അമ്മ ഈ റീസെന്റ് ഫെബ്രുവരിയാണ് മരണപ്പെട്ടത്. അപ്പോ അതുകൊണ്ടാണോ ഒറ്റപ്പെട്ടാണോ അതുകൊണ്ടാണ് സാറിന് വിളിക്കാനിടയുണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ചില സമയം അഗ്നിമാരുത യോഗമാണ്, വല്ലാത്തൊരു ആദികേരും ഒരു ഒറ്റപ്പെട്ട പോലത്തെ ഒരു അനുഭവം വരും എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ. അതിന്റെ വിശദാംശങ്ങൾ ഞാനിവിടെ വിളിച്ചു പറയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? ഓക്കെ, നമുക്ക് കാണാം, നിങ്ങൾ വന്ന് കാണാം. ശരി ശരി. അപ്പോൾ ഞാൻ പറഞ്ഞത് പിന്നെ ഈ ഓണത്തിൻ്റെ ഓർമ്മകൾ, അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പിന്നെ എന്താ 40 കഴിഞ്ഞവർക്ക് അത് മറക്കാനാവില്ലല്ലോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ പറയാൻ നോക്കിയത് ആണ്ടല്ലൂർ കാവിനെ കുറിച്ച്. ശരിയായ നൊസ്റ്റാൾജിയ കീപ്പ് ചെയ്യുന്ന ആൾക്കാർ ധർമ്മടം 4 ദേശത്തുള്ളവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അവിടെ ഈ ഉത്സവത്തിന് കൊടിക്കൂറ ഉയർന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തൊക്കെയോ ചക്കതാഴ്ത്തൽ, അങ്ങനെ പലതും ആചാരങ്ങൾ പെരുമയാണ്, ആചാര പെരുമകൾ. അത്രമാത്രം ആചാരങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം കൊട്ടിയൂർ മാത്രമേ ഉള്ളൂ നമ്മളെ കണ്ണൂർ ജില്ലയിൽ. അപ്പോൾ അവിടെ സത്യം പറഞ്ഞാൽ ഇന്നും ഒരു 4 ദേശത്ത് ഇന്നും മീൻ പോലും ആരും വാങ്ങില്ല, നോക്കണം. അത് അവർ എവിടെയായാലും ഈ 90% ധർമ്മടംകാരും ഒരുവിധം നിവൃത്തിയുള്ളവനൊക്കെ അവൻ ആ സമയം എത്തുമ്പോൾ എന്താ കുളുത്താറ്റുക, എന്താ
കൊളുത്തത് അകറ്റുക, അതായത് പഴയ സാധനങ്ങൾ മുഴുവൻ അകറ്റുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. പലരും ആ വാക്കിനെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. കുളുത്താറ്റി എന്ന് പറയും. അപ്പോൾ കുളുത്താറ്റുക എന്ന് പറഞ്ഞാൽ അവിടെയുള്ളവർ ചെയ്യുന്നതാണ്. എന്നിട്ട് വില്ലൊപ്പിക്കും, അവർക്ക് വില്ലൊപ്പിച്ചേ പറ്റുള്ളൂ. ഞാനൊക്കെ തലശ്ശേരിയിൽ വന്നവനാണ്, അപ്പോൾ ജന്മനാട് ഇരിട്ടിയാണ്. അതുകൊണ്ട് എന്നാലും കണ്ടല്ലൂർക്കാവിൽ പോകാറുണ്ട്. പക്ഷെ ഇവരെപ്പോലെ ആ ധർമ്മടം ദേശത്തുള്ളവരെ പോലെ ഒരുതരം വല്ലാത്ത ലഹരിക്ക് അടിമയാവും അവർ. ബനിയനും ഒരു തോർത്തുമുണ്ടും മാത്രം ഉടുത്തുകൊണ്ട് ആയിരക്കണക്കിന് ചെറുപ്പക്കാരിങ്ങനെ സഞ്ചരിക്കുക. അതും പരമാവധി അവർ മഹാഭൂരിപക്ഷവും ഭക്തന്മാർ തന്നെയാണ്. അവരുടെ മെയ്യാൽ കൂടുക, പരസ്പരം കുരങ്ങന്മാർ പരസ്പരം കൂടിച്ചേർന്നുകൊണ്ടുള്ള കളിയെ അനുസ്മരിപ്പിക്കുന്ന ഒരു കളിയാണത്. അതേപോലെയാണ് ഈ കുളുത്താറ്റുക എന്നുള്ളതും. ഈ പഴകിയ സാധനങ്ങളെ ഉപേക്ഷിക്കുക, അത് വീട്ടിലായിക്കോട്ടെ, വീടൊക്കെ പരമമായ ശുദ്ധിയിൽ വെക്കുക, പഴയ വസ്തുക്കളൊന്നും തന്നെ ഉപയോഗിക്കാതിരിക്കുക, പഴയ ഭക്ഷണങ്ങളൊന്നും. അതുപോലെ പുതിയ ബനിയനും പുതിയ ഷർട്ടും പുതിയ മുണ്ടും അതൊക്കെ, പുതിയ തോർത്ത് അതൊക്കെ നിർബന്ധമാണ്. ഒന്നും പഴയ സാധനമൊന്നും എടുത്തിട്ടൊന്നും അമ്പലത്തിലേക്കാരും പോവില്ല, പെരുമാളെ കാണാൻ പോവില്ല. ആഞ്ജനേയനും പെരുമാളും വളരെ ശക്തിയിൽ അവിടെ നിൽക്കുന്നു. അപ്പോൾ ശരിയായ ഈ ഓണത്തിൻ്റെ എല്ലാം സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ മകൻ്റെ കാര്യം പറഞ്ഞില്ല, അതേപോലെ ഈ ചെറുപ്പക്കാരുടെ മൊത്തത്തിൽ കേരളത്തിൽ ആർക്കും വലിയ ഗൃഹാതുരത്വമൊന്നും ഇപ്പം ഇല്ല ഓണത്തിൻ്റെ കാര്യത്തിൽ. കുറച്ച് പേർക്കുണ്ട്, അത് തന്നെ അച്ഛനും അമ്മയും നിർബന്ധിക്കണം. പക്ഷെ ഇത് അങ്ങനെയല്ല. അതെന്തോ അവരെ ധർമ്മടം ദേശക്കാരുടെ നെഞ്ചിലേക്ക് കുത്തിവെച്ചിരിക്കുന്ന ഒരു സംഗതിയാണത്. അവർക്ക് അതിൻ്റെ അകത്ത് മോചനമില്ല മരിക്കുന്നത് വരെ. അതാണ് അതിൻ്റെ പരമയാഥാർത്ഥ്യമാണത്. അവിടുന്ന് വന്ന ആയിരക്കണക്കിന് ആളോട് സംസാരിച്ച അനുഭവവും പിന്നെ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാനിങ്ങനെ വെട്ടിത്തുറന്ന് പറയുന്നത്. അത് അവരൊക്കെ ഒരു ഹൃദയവികാരം എന്നൊക്കെ പറയുന്നില്ലേ, അവരൊക്കെ വേണമെങ്കിൽ ഭാര്യനെ ഉപേക്ഷിക്കാം, പക്ഷേ പെരുമാളെ ഉപേക്ഷിക്കാൻ പറ്റില്ല അവർക്ക്. അത്ര ഭയങ്കര. പിന്നെ ശ്രീരാമനല്ലേ പണിയെടുത്തത്. പക്ഷേ എന്നാലും ധർമ്മടംകാർ മോശമല്ല പറഞ്ഞു. ധർമ്മടംകാർ പരിചയപ്പെട്ടിടത്തോളം ധർമ്മടംകാർ ആ ദേവസാന്നിധ്യം അവരുടെ പെരുമാറ്റത്തിലും കാണാം നമുക്ക്. നിങ്ങൾ ഏതെങ്കിലും ഒരു ധർമ്മടംകാരനോട് പരിചയപ്പെട്ടു നോക്കൂ, അവൻ പൊതുവെ പണി കൊടുക്കാനൊക്കെ അവൻ വിമുഖനാണ്. അത് ഈ ദൈവത്തിൻ്റെ അടുപ്പമാണ്. അപ്പോൾ ഒരു കോൾ ഉണ്ട്. ഹലോ എവിടെ നിന്നാണ് വിളിക്കുന്നത്? കൂത്തുപറമ്പ്. പറയൂ, ഡേറ്റ് പറയൂ. 20/12/1994. 20/12/1994. 2:30 AM. പുണർദം നക്ഷത്രം. അതെ. ആരുടേതാണെന്ന് പറയൂ. എന്റെ മകൾക്ക്. ആരുടെ? മകളെ വേണ്ടിട്ട്. മകളാ. എന്താണ് 30 വയസ്സായി, 29 വയസ്സായി, എന്താണ് അറിയേണ്ടത്? വിവാഹം ആയില്ല എന്ന് പറഞ്ഞാൽ എന്താണ് തടസ്സമായിട്ട്? തടസ്സം കുറെ വരുന്നുണ്ട്, ശരിയാകുന്നില്ല. ഇനി ഇത്രയും വയസ്സായ സ്ഥിതിക്ക് ഇനി നമ്മൾ ഇപ്പോൾ ശനിയാണ്, ശനി തീരാൻ 25 7-ാം മാസം കഴിയണം. അതിന് ഇപ്പുറം വേണമെങ്കിൽ നമുക്ക് പരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കാം. അത് ഇനിയും പിന്നെയും 30 വയസ്സ് കഴിഞ്ഞ് പിന്നെ 31 പോവുമല്ലോ. അപ്പോഴേക്കും ഒരു കണ്ടക ശനി തുടങ്ങുന്നുമുണ്ട്. അതുകൊണ്ട് ഇപ്പം 5-6 മാസത്തിനുള്ളിൽ അങ്ങ് നടക്കുന്നതാണ് നല്ലത്. കുട്ടിക്ക് ഡിമാൻഡ് ജാസ്തിയല്ലേ. എന്നിട്ട് എന്താണ് നിങ്ങളുടെ മകൾക്ക് മാത്രം ഈ പ്രശ്നം വന്നത്? നല്ല ഹൈറ്റ് ഉണ്ട് ഇവള്, അധികം ഹൈറ്റ് ശരിയാവില്ല ഇവള്.
ഇത് പണ്ട് എൻ്റെ ഒരു സുഹൃത്ത് പെണ്ണ് കാണാൻ പോയ പോലെയാ. ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് കല്യാണം, പെണ്ണ് കാണാൻ പോയിട്ട്. ഓൻ പറഞ്ഞ് കഴുത്ത് കുളിക്കിപ്പോയി മേലേക്ക് നോക്കിയിട്ട്. അവള് അടുത്ത് വന്ന് നിന്ന്, ഇവന് കുറച്ച് ഉയരം കുറവാണ്, 5 അടി 4 ഇഞ്ചേ ഉള്ളൂ. അപ്പോൾ ഇവക്ക് 5 അടി 8 ഇഞ്ചാ. ഇവൻ പറഞ്ഞ് കഴുത്ത് വേദന, നീ കുറച്ച് എണ്ണ എടുത്ത് പുരട്ടി തരുമോയെന്ന് ചോദിച്ചു എന്നോട്. ഓൻ ഭയങ്കര വിറ്റിൻ്റെ ആളാണ്. അവനോട് പറഞ്ഞ് ഇങ്ങനെ നോക്കി സംസാരിച്ചിട്ട് കഴുത്ത് വിളിക്കി, അതുകൊണ്ട് ഞാനിനി ആ വഴിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതേപോലെ നിങ്ങളെ മോക്ക് 5 അടി 8 ഇഞ്ചുണ്ടോ? 168. 168. ഏതാണ്ട് നല്ല ഹൈറ്റ് തന്നെയാണത്. ഓക്കെ ഓക്കെ. സുമ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഭേദപ്പെട്ട ഹൈറ്റ് തന്നെയാണ്. അപ്പോൾ അത് പക്ഷെ അതുകൊണ്ട് ഇപ്പൊ അതിന് കണക്കായ ചില ആളുകൾ, നല്ല ഹൈറ്റുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ. വരുന്നുണ്ട്, പക്ഷെ അത് പിടിക്കുന്നില്ല. അതെ, അത് ശരിയാ. അത് ഇതെല്ലാം കൂടി ഒത്തു വരണ്ടേ. ഈ ഇതിങ്ങനെ വലിച്ചു നീട്ടിക്കഴിഞ്ഞാൽ പ്രായം മാറുകയല്ലേ. ലഗ്നത്തിൽ ശുക്രൻ നിൽക്കുന്ന പിന്നെ ഇതാണ് 2-ല് വ്യാഴവും. അതുകൊണ്ട് നല്ല നിങ്ങളുടെ മകള് പണ്ടാരോ പറഞ്ഞ പോലെ മുഖത്ത് നോക്കിയാൽ നിലത്ത് നോക്കൂല എന്ന് പറഞ്ഞ പോലെ ആര് കണ്ടാലും ആരെന്ന് ചോദിക്കുന്ന ഒരു ലുക്കാണ്. അപ്പോൾ അതും ഒരു പ്രശ്നം. അങ്ങനെ ലുക്കുള്ള ആൾക്കാരെല്ലാം വളരെ കുറവല്ലേ. അപ്പോൾ അവരെല്ലാം, അപ്പോൾ അതുകൊണ്ട് അധികം ലുക്കൊന്നും നോക്കണ്ടെന്ന് പറയൂ. ഏതായാലും നമ്മൾ പ്രായം, പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പോൾ ശനി കഴിഞ്ഞിട്ട് ബുധൻ്റെ ദശയുണ്ട്. പിന്നെ അപ്പോഴേക്ക് ഈ കണ്ടക ശനി തുടങ്ങുന്നതുകൊണ്ട് നമ്മളൊന്ന് സ്പീഡാക്കുന്നത് നല്ലതാണ്. ജോലി ചെയ്യുന്നില്ലേ? ജോലി അക്കൗണ്ടന്റ് ആയിട്ട് ഒരു ഷോപ്പ് പോകുന്നുണ്ട്. അതെ, ശരി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വേണ്ട പരിഹാരങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പരിഹാരം നിങ്ങൾ എന്നെ വിളിച്ച് ബന്ധപ്പെടൂ. ഓക്കെ. വിവാഹയോഗമുണ്ട്, അതിനെപ്പറ്റി യാതൊരു സംശയമില്ല. ഓക്കെ. മംഗല്യയോഗം പൂർണ്ണമാണ്. നമ്മുടെ സമയം തീർന്നുകൊണ്ട് ഇന്നത്തെ ഇത് ചൊല്ലുകയാണ്. കിരീടിനി മഹാവജ്രേ സഹസ്രനയനോജ്വരേ വൃത്രപ്രാണഹരേ ച ഐന്ദ്രീ നാരായണ നമോസ്തുതേ. അതങ്ങനെയാണ് ചൊല്ലേണ്ടത്, ശ്രദ്ധിക്കുക. കിരീടം വെച്ചവളാണ് ദേവി. സത്യം പറഞ്ഞാൽ ദേവിക്ക് 10 കൊല്ലം മുമ്പേ, 12 കൊല്ലം മുമ്പേ നവരത്നം പതിച്ച ഒരു കിരീടം എൻ്റെ ഭവനത്തിലുള്ള ദേവിക്ക് ഞാൻ കൊടുത്തു. അതിന് ശേഷമാണ് എനിക്കെന്തൊക്കെയോ നന്മകൾ വന്നത് എന്നുള്ളത് പരമയാഥാർത്ഥ്യമാണ്. ഇപ്പോൾ കിരീടം ദേവിക്ക് അത്രമാത്രം, ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഞാൻ വടിയായിപ്പോയാലും ഈ കിരീടം എന്നാണോ ദേവിയുടെ തലയിൽ നിന്നും പോകുന്നത്, ഏതെങ്കിലും ഒരുത്തൻ മകൻ്റെ മകനോ മറ്റോ അങ്ങനെയുണ്ടല്ലോ, ഒരു നിർക്കണ്ഠൻ വരുമെന്ന് പറയുന്നുണ്ടല്ലോ, എല്ലാം നശിപ്പിക്കാൻ ഒരു നിർക്കണ്ഠൻ വരുമെന്നാണ്. അപ്പോൾ ആ നിർക്കണ്ഠൻ ആരാണെന്ന്, തലമുറയിലുള്ളവനാണെന്ന് പറയാൻ പറ്റില്ല. അവൻ ചിലപ്പോൾ കള്ളുകൂടിയനാണെങ്കിൽ കിരീടം എടുത്ത് വിറ്റേക്കാന്ന് തോന്നി അങ്ങ് തീർന്നു. അതോടെ കുടുംബം തീർന്നു, തറവാട് തീർന്നു, നശിച്ചു. അതാണ് ഞാൻ ഭാര്യയോട് പറഞ്ഞു കൊടുത്തിന്. ഇപ്പോഴുള്ള മക്കളൊന്നും തൊടില്ല, അവരെ മക്കളും തൊടില്ല. പിന്നെയുള്ളത് പറയാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ കിരീടം അത്രമാത്രം ഇതാണ്. കിരീടിന് മഹാവജ്രേ സഹസ്രനയനം, 1000 നയനങ്ങളുള്ളവൾ, സഹസ്രനയനോജ്വലേ വൃത്രാസുരൻ്റെ പ്രാണൻ എടുത്തവളാണ് ദേവി. അത് ചൊല്ലുമ്പം തെറ്റിപ്പോയിട്ട് വൃത്രപ്രാണഹരേ എന്നുള്ളതിന് പുത്രപ്രാണഹരേ എന്ന് ചൊല്ലിപ്പോയിട്ട് മകൻ മരിച്ചുപോയ കേസൊക്കെ ഉണ്ട്. അത് കണ്ടിയൂർ ദേവശാസ്ത്രി പറഞ്ഞതാണ്. കണ്ടിയൂർ ശാസ്ത്രികളാണ് പിന്നെ മഹാ ഉപാസകനായ കണ്ടിയൂർ ശാസ്ത്രികൾ. അത് പിന്നെ ചങ്ങനാശ്ശേരിയാണ് അദ്ദേഹത്തിൻ്റെ. 150 കൊല്ലം മുമ്പ് മരിച്ചുപോയ ഒരു മഹാസാത്വികനായ ബ്രാഹ്മണൻ, മഹാദേവി ഉപാസകനായിരുന്നു. അങ്ങനെയുള്ള ഉപാസകന്മാർ വളരെ കുറവാണ്. ശങ്കരാചാര്യർക്ക് ശേഷം പിന്നീട് വന്ന വലിയൊരു ഉപാസകനാണ്. അപ്പോൾ അതേപോലെ പിന്നെ ദേവി ഉപാസകന്മാർക്ക് പ്രത്യേകതയുണ്ടാവും. അതിൽ ഇപ്പം ഞാനൊക്കെ ലൗകിക ജീവിതം നയിച്ചുകൊണ്ട് ദേവിയെ ഉപാസിക്കുന്ന ആളാണ്. അങ്ങനെ അല്ലാതെ മറ്റൊരു തലത്തിലേക്ക് ഉപാസന മാറ്റുന്ന ആളുകളുണ്ട്. അതിൽപ്പെട്ട ആളാണ് കണ്ടിയൂർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഇങ്ങനെ പിന്നെ വൃത്രപ്രാണഹരേ എന്നുള്ളതിന് പുത്രപ്രാണഹരേ എന്ന് പറഞ്ഞിട്ട്
തെറ്റായി ചൊല്ലിയിട്ട് മകൻ മരിച്ചുപോയി എന്നും പറയുന്നുണ്ട് അദ്ദേഹം. അത് ഇന്ദ്രശക്തിയാണ്. ഐന്ദ്രി എന്ന് പറയുന്നത് അത് ഇന്ദ്രൻ്റെ ശക്തിയാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, ഓരോ ദേവന്മാരും ദേവിക്ക് അവരവരുടെ ശക്തി പ്രദാനം ചെയ്തു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ വജ്രായുധവും അതിൻ്റെ ഭാഗം വന്ന് ഇന്ദ്രൻ്റെ ആയുധമാണല്ലോ വജ്രായുധം. കിരീടിന് മഹാവജ്രേ, അപ്പോൾ വജ്രായുധത്തെ ധരിച്ചിരിക്കുന്നു ദേവി. അതിനെക്കൊണ്ടാണ് വൃത്രാസുരനെ കൊന്നത്. ആസുരീയ ശക്തികളെ ഇല്ലാതാക്കുക എന്നുള്ളത് ദേവിയുടെ ഒരു രീതി തന്നെയാണല്ലോ. അത് പ്രപഞ്ചത്തിലുടനീളം ഈ ദൈവിക ശക്തിയും ആസുരിക ശക്തിയും തമ്മിലുള്ള പോരാട്ടം നടന്നുകൊണ്ടേയിരിക്കുമെന്നാണ്. അതിൻ്റേതായ രൂപത്തിൽ അത് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഇത് പ്രത്യേകം മനസ്സിലാക്കുക. വൃത്രപ്രാണഹരേ എന്ന് തന്നെ ചൊല്ലാൻ നോക്കണം. വൃത്രപ്രാണഹരേ ച ഐന്ദ്രി എന്ന് പറയണം. ചൈന്ദ്രി എന്ന് പറയരുത്, ച ഐന്ദ്രി. അങ്ങനെ ചൈത്രി നാരായണി നിനക്ക് നമോഭാഗം, ഇതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ഓരോരുത്തരും ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത ആഴ്ച ഓണമാണ്. എല്ലാവർക്കും ഗംഭീരമായ ഓണത്തിന് ഞാനിവിടെ വരും. എങ്കിലും പിന്നെ മുൻകൂട്ടിയെ പറഞ്ഞേക്കാം ഓണാശംസകൾ. അപ്പോൾ അടുത്ത ആഴ്ച എല്ലാവരും ഇങ്ങനെ ഈ പിന്നെ വെപ്പും കുടിയുടെയും തിരക്കിലായതുകൊണ്ട് നമ്മളെ പരിപാടി കാണുമോയെന്നറിയില്ല. എന്നാലും ആരെങ്കിലൊക്കെ വിളിക്കുമായിരിക്കും. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓണം നന്നായിരിക്കട്ടെ. പിന്നെ നേരിട്ട് കാണേണ്ടവർക്ക് അല്ലെങ്കിൽ ഫലങ്ങൾ അറിയാൻ ഒന്നുകിൽ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പറ്റും. ഓൺലൈനാണെങ്കിൽ വാട്സപ്പിൽ ഡേറ്റും ടൈമും അയക്കുക, ഗൂഗിൾ പേ വഴി ദക്ഷിണ അയക്കുക. നേരിട്ട് വരുന്നവർ ബുക്ക് ചെയ്ത് മാത്രം വരിക. ബുക്ക് ചെയ്തവരെ മാത്രമേ ഞാനിപ്പോൾ കാണുന്നുള്ളൂ. ആ കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങൾക്ക് നന്ദി. നമസ്കാരം.